ഒരാളുടെ ആകർഷണവും ഇഷ്ടവും സ്നേഹവും ഒക്കെ തോന്നുന്നത് സ്വാഭാവികമാണ്. എന്നാൽ നമ്മൾ ഇഷ്ടപ്പെടുന്നയാളെ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായാലോ? ചിലരെ അത് മാനസികമായി തകർത്ത് കളയും. പിന്നെ ഉള്ളിൽ പകയും പ്രതികാര ചിന്തയും വരാം. കർണാടക ബെൻഡ്വാളിൽ 21-കാരിയെ വെട്ടിക്കൊലപ്പെടുത്തിയത് പ്രണയ നൈരാശ്യത്തെ തുടർന്നാണ്. കേസിൽ പ്രതി ബെൽത്തങ്ങാടി സ്വദേശി ചേതനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മംഗളൂരുവിന് സമീപം വാമഞ്ചൂരിൽ വെച്ചാണ് പ്രതി പിടിയിലായത്. ബെൻഡ്വാൾ ഉള്ളി ഗ്രാമത്തിലെ ബാലപ്പ ഗൗഡിയുടെ മകൾ ലാവണ്യയെ KSRTC ബസ് സ്റ്റാൻഡിൽ വെച്ച് പട്ടാപ്പകൽ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. വ്യാഴാഴ്ച വൈകിട്ട് പട്ടാപ്പകലാണ് ബണ്ട്വാൾ KSRTC ബസ് സ്റ്റാൻഡിൽ വെച്ച് ലാവണ്യയെ പ്രതി അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. വീട്ടിലേക്ക് പോകുവാനായി ബസ് സ്റ്റാൻഡിലെത്തിയതായിരുന്നു ലാവണ്യ. കൊലപാതകം നടത്തിയതിനു ശേഷം പെൺകുട്ടിയുടെ പിതാവിനെ ഫോണിൽ വിളിച്ച് പ്രതി തന്നെ വിവരമറിയിച്ചു. ലാവണ്യയെ കൊലപ്പെടുത്തിയതിനു ശേഷം പ്രതി ചേതൻ ഓടി രക്ഷപ്പെടുന്നതും ദൃശ്യങ്ങളിൽ കാണാം. താൻ ആത്മഹത്യ ചെയ്യുകയാണെന്നും ഇയാൾ അറിയിച്ചിരുന്നു. ഇതിനിടയിൽ നാടകീയമായാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്. 4 വർഷം മുൻപ് ഇരുവരും തമ്മിൽ പ്രണയത്തിലായിരുന്നു. പിന്നീട് പ്രണയത്തിൽ നിന്ന് പെൺകുട്ടി പിന്മാറി. ഇതിലുള്ള പകയാണ് കൊലപാതകത്തിന് ಕಾರಣವೆಂದು ಪೊಲೀಸ್ പറഞ്ഞു. ನಿನ್ನೆ ದಿವಸ ಸಂಜೆ ವೇಳೆಯಲ್ಲಿ ಬಂಟ್ವಾಲ್ ಪೊಲೀಸ್ ಸ್ಟೇಷನ್ ವ್ಯಾಪ್ತಿನಲ್ಲಿ ಒಂದು ಮರ್ಡರ್ ಆಗಿದೆ. ಅದರಲ್ಲಿ ಲಾವಣ್ಯ ಎಂದು ಒಂದು 21 ವರ್ಷದ ಹುಡುಗಿಯನ್ನು ಯಾರೋ ಒಬ್ಬ ವ್ಯಕ್ತಿ ಮರ್ಡರ್ ಮಾಡಿದ್ದಾನೆ ಎಂದು ಒಂದು ದೂರು ಬಂದಿದೆ. ಅದರ ನಿಟ್ಟಿನಲ್ಲಿ ಬಂಟ್ವಾಲ್ ಟೌನ್ ಪೊಲೀಸ್ ಸ್ಟೇಷನ್ನಲ್ಲಿ ಕ್ರೈಮ್ ನಂಬರ್ 95/26 ಅಂಡರ್ ಸೆಕ್ಷನ್ 78/126 ಮತ್ತು 103 BNS പ്രകാര കേസ് ದಾಖಲು ಮಾಡಿ കൊല്ലಲಾಗಿದೆ. കല്ലട്കയിലെ ഒരു സ്വകാര്യ നഴ്സിംഗ് ഹോമിലെ ജീവനക്കാരിയാണ് കാഗ്യ പദവിനടുത്തുള്ള കൊടങ്കയിൽ താമസിക്കുന്ന ലാവണ്യ. നടക്കുന്ന കൊലപാതകത്തിന്റെ നടക്കുന്ന ദൃശ്യങ്ങൾ ഒരു യാത്രക്കാരനാണ് പകർത്തിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 മംഗളൂരു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.